ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്കിതുപോലെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ ദൈവവചനമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് അവനെ ആരാധിക്കുവാനും അവന്റെ മഹത്വവും അവന്റെ സൗന്ദര്യവും ഒക്കെ കാണുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു സമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് നമ്മെ ന്യായം വിധിക്കുന്ന, ജ്വലിക്കുന്ന വിശുദ്ധിയിൽ നിൽക്കുന്ന നമ്മുടെ കർത്താവിന്റെ മുന്നിലാണ്. സകല രഹസ്യങ്ങളും സകല മനോഭാവങ്ങളും മനസ്സും അറിയുന്ന നമ്മുടെ കർത്താവിന്റെ മുന്നിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമുക്ക് ആ ഭയഭക്തി ബഹുമാനത്തോടുകൂടി, ദൈവത്തോടുള്ള ആദരവോടുകൂടി ദൈവവചനത്തിന്റെ മുന്നിലായിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അനീതിയും അക്രമവും മാനിപ്പുലേഷൻസും അല്ലെങ്കിൽ എല്ലാ കൊള്ളരുതായ്മയും കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ അനേകം ദുഷ്ടതയും അനീതിയൊക്കെ നടക്കുമ്പോൾ മനുഷ്യന് തീരെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് നീതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിനെയൊക്കെ ദൈവം ചോദിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി ഇതിനൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും കേൾക്കുവാനായിട്ട് താല്പര്യമില്ല. മനുഷ്യൻ എപ്പോഴും തേടുന്നത് ആശ്വാസവും അനുഗ്രഹവും അങ്ങനെയുള്ള സുഖം തരുന്ന, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ദൈവം നിലകൊള്ളുന്നതും ദൈവസിംഹാസനവും ആശ്വാസത്തിലും സന്തോഷത്തിലും ഒന്നും അല്ല അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 89 അധ്യായം 14 വാക്യം. സാംസ് ചാപ്റ്റർ 89 വേഴ്സ് 14. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ സിംഹാസനം സ്നേഹത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിന്റെ സിംഹാസനം അനുഗ്രഹങ്ങളിലല്ല സ്ഥിതി ചെയ്യുന്നത്. അവന്റെ സിംഹാസനം ആശ്വാസത്തിലുമല്ല സ്ഥിതി ചെയ്യുന്നത്. അവന്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് നീതിയും ന്യായവും ആണ്. എന്താണ് ദൈവത്തിന്റെ നീതിയുടെ സ്വഭാവം? ദി നേച്ചർ ഓഫ് ഗോഡ്സ് ജസ്റ്റിസ് എന്താണ്? ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അവന്റെ സ്വഭാവത്തിൽ തന്നെ ഉത്ഭവിക്കുന്ന ഒന്നാണ്. അത് അവനിൽ തന്നെ നിന്ന് ഒഴുകുന്ന ഒന്നാണ് അവന്റെ നീതി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു നാട്ടിലെ ഒരു പ്രധാന മദ്യപാനിയുണ്ട്. ആ മദ്യപാനി എപ്പോഴും മദ്യവെച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. എന്നാൽ ഒരു ദിവസം ആ മദ്യപാനി രാവിലെ എഴുന്നേറ്റപ്പോൾ ആ മദ്യപാനി വിചാരിച്ചു, ഇന്നു മുതൽ ഞാൻ മദ്യപിക്കുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, ഞാൻ അങ്ങ് നന്നാവാൻ തീരുമാനിച്ചു. ഇതുപോലെയാണോ ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്? ദൈവം ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ദൈവം പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നീതിയോടുകൂടി പ്രവർത്തിക്കും, ന്യായത്തോടുകൂടി പ്രവർത്തിക്കും. അങ്ങനെയാണോ? ആ മദ്യപാനിയുടെ കൂട്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ട് ഒരു തീരുമാനം എടുക്കുന്ന പോലെയാണോ ദൈവം നീതിമാനായി തീർന്നത്? അവൻ നീതിമാനായിരിക്കുവാനായിട്ട് തീരുമാനിച്ചതല്ല, അവൻ നീതിമാനാണ്. ഗോഡ് ഡസ് നോട്ട് ഡിസൈഡഡ് ടു ബി ജസ്റ്റ്, ഹി ഈസ് ജസ്റ്റ്. സങ്കീർത്തനം 145 അധ്യായം 17 വാക്യം. സാംസ് ചാപ്റ്റർ 145 വേഴ്സ് 17. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. ദൈവത്തിന്റെ എങ്ങനെയുള്ള കാര്യമാണെന്ന് പറയുന്നത്? അവന്റെ എല്ലാ വഴികളിലും നീതിമാനാണ്, അവന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ ദയാലുവാണ്. അവന്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ആ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്. അവന് പാപത്തെ അവഗണിക്കുവാനായിട്ട് കഴിയത്തില്ല. അവന് കൈക്കൂലി ആർക്കെങ്കിലും കൊടുത്ത് സ്തോത്ര കാഴ്ചയ്ക്ക് ഇന്നൊരു 100 രൂപ കൂടുതൽ കൊടുത്ത് അവനെ കൈവശം എന്റെ ഒപ്പം കൂടുതൽ ചേർത്ത് നിർത്താൻ ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതല്ല ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ആർക്കും ഒരു അപവാദവും പറയുവാൻ സാധിക്കാത്ത, ഭൂമിയിലെ ഒന്നിനും വില കൊടുത്ത് മേടിക്കുവാൻ സാധിക്കാത്ത, ആർക്കും വഞ്ചനയിലൂടെ കൈപ്പറ്റുവാൻ സാധിക്കാത്ത ഒന്നാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള കോടതികളൊക്കെ നീതിയുടെ മുന്നിൽ ചിലപ്പോൾ പരാജയപ്പെടും. യഥാർത്ഥമായിട്ടുള്ള നീതി മേടിച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെടും നമ്മുടെ ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ. എന്നാൽ സ്വർഗത്തിൽ ഒരു കോടതിയുണ്ട്, സ്വർഗസ്ഥനായ ഒരു ദൈവമുണ്ട്. അവൻ നീതിയുടെ കാര്യത്തിൽ പരാജയപ്പെടുത്തില്ല.
നീതിയുടെ കാര്യത്തിൽ അവനേക്കാൾ നന്നായി നീതിയോടുകൂടി പെരുമാറാൻ പറ്റുന്ന ഒരാളും ഇല്ല. എന്താണ് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സത്യം? ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രൂത്ത് അബൌട്ട് ഗോഡ്സ് ജസ്റ്റിസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ നീതി വെറും ഒരു പ്രവൃത്തിയല്ല, അത് അവന്റെ സ്വഭാവമാണ്, അത് അവന്റെ നേച്ചറാണ്. ദൈവം നീതി തിരഞ്ഞെടുക്കുന്നില്ല. നീതി അവൻ ആരാണോ അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദൈവം പൂർണ്ണമായിട്ടും വിശുദ്ധനാണ്. അവന്റെ നീതി പൂർണ്ണമായും വിശുദ്ധമായിരിക്കും. ദൈവം പൂർണ്ണമായിട്ടും സ്നേഹവാനായതിനാൽ അവന്റെ നീതി ഒരിക്കലും ക്രൂരമല്ല. ജസ്റ്റിസ് വിൽ ബി പ്യൂർലി സെർവ്ഡ്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ആ ജസ്റ്റിസ്, ആ നീതി എല്ലാവർക്കും കൊടുക്കും. ദൈവം മാറ്റമില്ലാത്തതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ നീതിയും ഒരിക്കലും മാറിപ്പോകത്തില്ല. ഇന്ന് കോടതികളൊക്കെ പഴയ അവരുടെ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള വിധികളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, 20 വർഷം പറഞ്ഞ വിധികളൊക്കെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ പുതിയ വിധികളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദൈവം വിധികൾ അല്ലെങ്കിൽ അവന്റെ നീതി ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്ന ഒരു ദൈവമല്ല. ദൈവം ആദി മുതൽ നിത്യത വരേക്കും അവന്റെ നീതി ഒന്നു തന്നെയാണ്. മനുഷ്യൻ വാക്ക് മാറ്റുന്ന പോലെ, മനുഷ്യന്റെ നീതി മാറി മറിയുന്നത് പോലെ ഒരിക്കലും മാറി മറിയുന്ന ഒന്നല്ല ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതിയിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. കാരണം അത് അവനിൽ നിന്ന്, അവന്റെ ആ നേച്ചറാണ് അവന്റെ നീതി എന്ന് പറയുന്നത്. അവനിൽ നിന്ന് തന്നെ വരുന്നതാണ്. അത് നീതിക്ക് അനിഷ്ഠിതമായിരിക്കും, നിഷ്പക്ഷമായിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ സ്നേഹത്താൽ നിറഞ്ഞതുമായിരിക്കും അവന്റെ നീതി. അവന്റെ നീതിയെപ്പറ്റി പറയുമ്പോൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ്, ആത്യന്തികമായിട്ടുള്ള ഒരു നീതിയാണ് നമ്മുടെ കർത്താവിൻ്റെത്. അവന്റെ നീതി ആത്യന്തികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യരായിട്ടുള്ള ന്യായാധിപന്മാർക്ക് അല്ലെങ്കിൽ ജഡ്ജസിനൊക്കെ തെറ്റുപറ്റും. എന്നാൽ ദൈവത്തിന്റെ നീതി ആത്യന്തികമായതുകൊണ്ട് അവന് യാതൊരു തെറ്റും പറ്റത്തില്ല. മനുഷ്യൻ കൊടുക്കുന്ന തെളിവുകൾ വെച്ച് അല്ലെങ്കിൽ കാണുന്ന CCTV ഫൂട്ടേജസ്, ഫോൺ ടവർ ലൊക്കേഷൻ, ഇതൊക്കെയാണ് ഇന്ന് പോലീസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് തെളിവായിട്ടൊക്കെ. പിന്നെ പലര് പറയുന്ന മൊഴികൾ. എന്നാൽ കർത്താവിന് ഇങ്ങനെയുള്ള മനുഷ്യർ കൊടുക്കുന്ന തെളിവൊന്നും ആവശ്യമില്ല. അവന്റെ മുന്നിൽ തെളിവുകളെല്ലാം അബ്സല്യൂട്ടാണ്. അവന്റെ മുന്നിൽ സമയം പൂർണ്ണതയാണ്. ഇന്ന് കേസൊക്കെ കൊടുക്കുമ്പോൾ 9 മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആള് കണ്ടു, അവിടെ വെച്ച് അടിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവാം. പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ വരുമ്പോൾ 9 മണിക്ക് എത്ര മിനിറ്റിൽ എത്ര സെക്കൻഡിൽ, ഇനി നാനോ സെക്കൻഡ് ഉണ്ടെങ്കിൽ അതും ദൈവം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. അതുകൊണ്ടാണ് അവന്റെ നീതി അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി കാർ ഓടിക്കുവാണ്. ഈ വ്യക്തിക്ക് വൈരാഗ്യമുള്ള ഒരാള് പെട്ടെന്ന് ക്രോസ് ചെയ്യുവാണ്. മാനുഷികമായിട്ട് വേണേൽ ഇയാൾക്ക് ബ്രേക്ക് പിടിച്ച് നിർത്തി വലിയ ആ ഒരു മരണത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാം, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ കാഠിന്യം, ആ ഒരു ദേഷ്യവും ആ മറ്റു വ്യക്തിയോടുള്ള വൈരാഗ്യവും നിമിത്തം പുള്ളി ബ്രേക്ക് ചവിട്ടിയില്ല. പുള്ളി നേരെ ഇടിച്ചു തെറിപ്പിച്ച് കൊണ്ടുപോയി. നമ്മുടെ പോലീസൊക്കെ വന്നു, തെളിവൊക്കെ കളക്ട് ചെയ്തു, കോടതിയിലേക്ക് പോയി. ഏത് കേസായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ ഒരു ആക്സിഡന്റ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള ഇത് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ വന്നു, ജഡ്ജി നോക്കി, പോലീസ് തെളിവുകളൊക്കെ നോക്കി, ജഡ്ജി അവസാനം വിധി പറയാണ്. പുള്ളി വെറുതെ വിടുമോ? വെറുതെ വിടും. നമ്മുടെ നാട്ടിലെ കോടതി വെറുതെ വിടും, കാരണം തെളിവില്ല. പുള്ളിക്ക് ആ ഇടിച്ചു തെറിപ്പിക്കുന്നതിന് മുന്നേ വേണേൽ 1 സെക്കൻഡ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ എടുത്ത് ചാടി എന്നുള്ളവര് ഇത് വെച്ച് ആനുകൂല്യം വെച്ച് ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. എന്നാൽ ദൈവത്തിന് മുന്നിൽ ഇയാള് പോയിട്ട് പറയുവാണ്, ദൈവം ഈ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ വ്യക്തിയുടെ കേസ് ദൈവം എടുക്കുകയാണ്. നീ എന്നൊരു കാർ ഓടിച്ച് ഒരുത്തിന് ഇടിച്ചായിരുന്നല്ലോ. അപ്പൊ ഈ വ്യക്തി പറയുവാണ്, ഇല്ല, അത് അവിടെ ഹൈക്കോർട്ടും സുപ്രീം കോടതിയും ഒക്കെ എന്നെ വെറുതെ വിട്ടതാ. ദൈവത്തിന് മുന്നിൽ ഇത് വില പോവോ? ഇവിടുത്തെ ജഡ്ജിക്ക് ഇയാളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ജഡ്ജിക്കോ പോലീസിനോ
ഇയാളുടെ മനസ്സിലുള്ള വൈരാഗ്യവും ദേഷ്യവും ഒന്നും ഇവർക്കറിയാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സെക്കൻഡ്സുകൾക്കുള്ളിൽ ഇയാൾ എടുത്ത തീരുമാനം അവിടെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല. എന്നാൽ ദൈവത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ദൈവം പറയും, മോനെ, നീ ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡിൽ നീ മനസ്സിൽ നീ ഒന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. നിനക്ക് വേണേൽ ആ ഒരു സെക്കൻഡില് ഒന്ന് ബ്രേക്ക് ചവിട്ടാമായിരുന്നു. വലിയ ആ മരണത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. അത് കൊലപാതകത്തിന് തുല്യമാണ്. അല്ല, നീ കൊലക്കാരൻ തന്നെയാണ്, നീ ഒരു മേർഡറർ തന്നെയാണ്. ഇതായിരിക്കും ദൈവം പറയാ. ദൈവത്തിന് മുന്നിൽ ആർക്കും ഒരു എക്സ്ക്യൂസും പറയുവാനായിട്ട് സാധിക്കത്തില്ല. അത്രയും അബ്സല്യൂട്ടാണ് അവന്റെ നീതി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ സിസ്റ്റമൊക്കെ നോക്കുന്നത് ആളുടെ രൂപവും തെളിവുകളും ഒക്കെയാണ്. മനുഷ്യന്റെ വാക്കുകളും മുഖവും കള്ളലക്ഷണം ഉണ്ടോ, അല്ലെങ്കിൽ പറയുന്ന കള്ളമാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കും. എന്നാൽ യഹോവ നോക്കുന്നത്, ദൈവം നോക്കുന്നത് രൂപവും ലക്ഷണങ്ങളും ഒന്നുമല്ല. അതിന് ഒരു ഉദാഹരണം പറയാം. 1 ശമൂവേൽ 16 വാക്യം, 1 സാമുവൽ 16:7. ഇവിടെ ശമൂവേൽ പ്രവാചകനെ രാജാവിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് വിടുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ശമൂവേൽ പ്രവാചകനോട് യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം നോക്കുന്നത് മനുഷ്യനെ പോലെ കാണാൻ ഭംഗിയുണ്ടെന്നോ, എത്ര നല്ല ചിരിയാണെന്നോ, അല്ലെങ്കിൽ ഒരു കുറ്റം വിധിക്കുന്നതിന് മുമ്പേ ഇവന് കള്ളലക്ഷണമുള്ള മുഖമാണോ, ഇവന് പൊക്കം കുറവാണോ, ഇവന് ആരോഗ്യമുണ്ട്, ഇങ്ങനെയൊന്നും നോക്കിയല്ല ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത്, ദൈവം ഒരു വിധിയും പറയുന്നത്. ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവന്റെ വിധി എന്ന് പറയുന്നത് ഹൃദയങ്ങളെ നോക്കിയാണ്. മനസ്സിന്റെയും നമ്മുടെ സ്വഭാവത്തിന്റെയും ഉദ്ദേശ ശുദ്ധിയെയൊക്കെ നോക്കിക്കൊണ്ടാണ് അവന്റെ നീതി. ദൈവം പ്രവൃത്തികൾ മാത്രമല്ല കാണുന്നത്, അവൻ ഉദ്ദേശങ്ങളെയും നമ്മുടെ ഹൃദയത്തിലെ ആഴത്തിലുള്ള ചിന്തകളെയും വരെ അവൻ കാണുന്നു. അവൻ അതിനെ വരെ അവന്റെ നീതിയിൽ അവൻ കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇംപാർഷ്യലാണ്, നിഷ്പക്ഷമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ദർ ഈസ് നോ ഫേവറിറ്റിസം. ദൈവം ആരോടും പ്രത്യേക ഒരു ആനുകൂല്യം വെച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സ്നേഹം വെച്ചല്ല പെരുമാറുന്നത്. ദൈവം എല്ലാവരോടും ഈക്വൽ ആയിട്ടാണ് പെരുമാറുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവൻ കൊടുക്കുന്നത്. ഇനി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇനി അവിടെയും ദൈവം ഇത് തന്നെയാണോ? പക്ഷപാതം ഇല്ലാതെയല്ലേ പെരുമാറുന്നത്? അവിടെ ഏതെങ്കിലും സ്ഥാനങ്ങൾ യൂസ് ചെയ്ത് ആർക്കെങ്കിലും എനിക്ക് 2 കിരീടം കൂടുതൽ തരാനായിട്ട് ദൈവത്തിന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അവിടെ ഇനി ജാതി നോക്കി ഏതെങ്കിലും മുന്നിലെ സീറ്റിൽ എന്തെങ്കിലും വേണോന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. എന്തെങ്കിലും സമ്പത്ത്, ദൈവമേ എനിക്കിവിടെ ഒരു 1000 കോടിയുടെ ആസ്തി നാട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിലും അതുപോലെ കൂടിയ ഒരു ആസ്തിയൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷനൊക്കെ തരണമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവം കൊടുക്കുവോ? ഇല്ല, ദൈവത്തിന് അങ്ങനെ കൊടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവന്റെ നീതി ആത്യന്തികമാണ്, അത് നിഷ്പക്ഷമല്ല. ദൈവത്തിന്റെ നീതിയെ സ്വാധീനിക്കുവാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ സ്വാധീനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ദൈവത്തിന്റെ നീതി നിഷ്പക്ഷവും ആത്യന്തികവുമായതുകൊണ്ട് ഒരിക്കലും അതിന് സാധിക്കത്തില്ല. ഇതാണ് അവന്റെ നീതിയുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെ. ദൈവം എല്ലാ മനുഷ്യരോടും വിശുദ്ധമായും നീതിപൂർവമായിട്ടാണ് ഇടപെടുന്നത്. അവിടെ അവൻ വേറെ നമ്മുടെ ജാതിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തോ നമ്മുടെ ശാരീരികമായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ മറ്റ് കൃപാവരങ്ങളോ ഇതൊന്നുമല്ല അവൻ നോക്കുന്നത്. ദൈവത്തിന്റെ നീതിയുടെ ഭംഗി എന്ന് പറയുന്നത് അവൻ നമ്മുടെ ഉള്ള് അറിഞ്ഞ് ഏറ്റവും നന്നായിട്ടാണ് അവൻ നീതി നമുക്ക് തരുന്നത്. അവന്റെ നീതിയെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, അത് ഭംഗിയുള്ളതാണ്. പലപ്പോഴും ദൈവത്തിന്റെ നീതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ വിഷയം ചിന്തിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. കാരണം ദൈവം ഇത്രയും അബ്സല്യൂട്ടായിട്ട് ഒരു നാനോ അല്ലെങ്കിൽ നാനോ ഇറർ പോലും കൊണ്ടുവരാണ്ട് ദൈവം അവന്റെ നീതി അല്ലെങ്കിൽ അവൻ വിധിക്കുവാണെങ്കിൽ എത്രത്തോളം നമ്മൾ ഭയപ്പെടണം.
കാരണം നമുക്ക് സ്വാധീനിക്കുവാനായിട്ട് യാതൊരു വഴിയുമില്ല. 500 രൂപ കൊടുത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് സഭയ്ക്ക് ചെയ്തു കൊടുത്തോ, അല്ലെങ്കിൽ ഒരു 10 ഫാനോ അല്ലെങ്കിൽ ഒരു 10 AC ഒക്കെ കൂടുതൽ കൊടുത്ത് ദൈവത്തെ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് അവന്റെ നീതി അത്രയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷെ അറ്റ് ദി സെയിം ടൈം, അതേ സമയത്ത് തന്നെ അവന്റെ നീതി ഭയങ്കര ഭംഗിയുള്ള ഒന്നാണ്. അവിടെ ദുഷ്ടതയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ നിഷ്കളങ്കത കഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നിഷ്കളങ്കതയെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. സത്യത്തെ പരിഹസിക്കുകയോ സത്യത്തെ ആരും വളച്ചൊടിക്കുകയോ ചെയ്യുന്നില്ല. അവിടെ ഇരുട്ടല്ല പടരുന്നത്, അവിടെ വെളിച്ചമാണ് സത്യത്തിൽ ദൈവം അവന്റെ നീതിയിലൂടെ പകർത്തുന്നത്. ലോകത്തിൽ മിക്കപ്പോഴും തിന്മയാണ് ജയിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിന്റെ അവസാനം വരുമ്പോൾ, അവന്റെ ന്യായാസനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, ഈ തിന്മകളൊക്കെ തല താഴ്ത്തി കുനിച്ച് അവനിൽ മുട്ട് മടക്കി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മളും ആ കാഴ്ച കാണും. കാരണം ദൈവത്തിന്റെ നീതി എന്നാൽ തിന്മയെ ജയിക്കുന്ന ഒന്നാണ്. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വാക്യം, യെശയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 18, അതിന്റെ അവസാനത്തെ ഭാഗം, ദൈവം ന്യായത്തിന്റെ ദൈവമല്ലോ എന്നാണ് അവിടെ പറയുന്നത്. ദൈവം ന്യായത്തിന്റെ ദൈവമല്ലോ. അവന്റെ മുന്നിൽ, അവൻ ന്യായത്തിന്റെ ദൈവമായതുകൊണ്ട് തന്നെ അവന്റെ മുന്നിൽ ഒരു പാപവും മറയ്ക്കപ്പെടത്തില്ല. ഒരു തിന്മ പോലും രക്ഷപ്പെടുമെന്ന് ആരും പേടിക്കണ്ട. ഒരു ദുഷ്ടതയും ശിക്ഷിക്കപ്പെടാതെ വെറുതെ വിടുമെന്ന് ആരും വിഷമിക്കുകയും വേണ്ട. ഒന്നും നിത്യതയുടെ പരവതാനിയിൽ മൂടി വയ്ക്കപ്പെടുവാനായിട്ട് കഴിയുന്ന ഒന്നല്ല. സകലവും അവന്റെ മുന്നിൽ നഗ്നമായും മലർന്നും കിടക്കുകയാണ്. നമ്മൾ ആരും ദൈവത്തെ പോയിട്ട് ദൈവമേ ഇന്നതായിരുന്നു കാര്യം, ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചതെന്ന് ദൈവത്തെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോലും അറിയാണ്ട് വിചാരിച്ച കാര്യങ്ങൾ ദൈവം അവന്റെ ന്യായസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ ന്യായവിധി ദിവസം അവൻ ഇങ്ങോട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളിലും നമ്മൾ പോലും അറിയുന്നത്. അവന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ DNA എഴുതിയിരിക്കുന്നതിനാൽ നമുക്ക് കുറ്റബോധം തോന്നുന്ന പോലെയാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുമാണ് ദൈവം ന്യായം വിധിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചതിനാൽ നമുക്കും ആ ശരിയും തെറ്റും അറിയുവാനായിട്ടുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഒരു ധാർമ്മികതയുടെ ഒരു ക്രമത്തിന് അടിസ്ഥാനമാക്കിയാണ്, അല്ലെങ്കിൽ ധാർമ്മികതയുടെ ഉറപ്പ് അതിനുണ്ട്. ഗ്യാരണ്ടി ഓഫ് മോറൽ ഓർഡർ. പലപ്പോഴും ഫിലോസഫേഴ്സും എയ്ത്തിസ്റ്റും ഒക്കെ, നിരീശ്വരവാദികളും ഒക്കെ ചോദിക്കാറുണ്ട്, വൈ ഡസ് മൊറാലിറ്റി എക്സിസ്റ്റ്, വൈ ഡു വി ഫീൽ ഗിൽറ്റ്, അല്ലെങ്കിൽ വൈ ഡു വി ഹാവ് സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. ധാർമ്മികത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കുറ്റബോധം അനുഭവിക്കുന്നത്? മനുഷ്യർക്ക് ശരിയും തെറ്റും സംബന്ധിച്ചുള്ള ഒരു ബോധമുള്ളത് എന്തുകൊണ്ടാണ്? കാരണം ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം, നമ്മൾ ധാർമ്മിക ദൈവത്തിന്റെ പ്രതിച്ഛായയിലാണ് നമ്മളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടികർത്താവിന്റെ അതേ ഇമേജിൽ നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നമുക്കും ലഭിച്ചിട്ടുണ്ട്. ശരി തെറ്റ് അറിയുവാനായിട്ടുള്ള ക്വാളിറ്റി നമുക്കും ലഭിച്ചിട്ടുണ്ട്. ധാർമ്മികത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിലെ സൃഷ്ടാവിന്റെ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നതിനാലാണ് ധാർമ്മികത നിലനിൽക്കുന്നത്. അവൻ തികച്ചും നീതിമാനും വിശുദ്ധനുമായിട്ടുള്ള ദൈവമാണ്. ദൈവം നീതിമാനാണെങ്കിൽ അവന്റെ സൃഷ്ടിയും ധാർമ്മികത വഹിച്ചേ മതിയാവത്തുള്ളൂ. ധാർമ്മികത മനുഷ്യന്റെ എന്തെങ്കിലും കണ്ടുപിടുത്തമാണോ? ആണോ? കള്ളം പറയരുത്, അത് മനുഷ്യൻ വെച്ച നിയമമാണോ? അല്ല. ഒരു കുഞ്ഞിന് പോലും അറിയാം, എനിക്കൊന്ന് 1 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 1.5 വയസ്സാകുമ്പോൾ തന്നെ ഒരു കുഞ്ഞിന് പോലും അറിയാം കള്ളം പറയാനായിട്ട്. അത് തെറ്റാണെന്നുള്ളത്, പല കാര്യങ്ങളും തെറ്റാണ് ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ട്. അത് ദൈവം വച്ച ഒരു നിയമമാണ്. ഇത് മനുഷ്യൻ എപ്പോഴേലും കണ്ടുപിടിച്ച് ഓക്കെ മനുഷ്യൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റ്, ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയെന്ന് വച്ചതല്ല. അത് ദൈവം വച്ചിരിക്കുന്ന ഒരു ലോയാണ്, മോറൽ ലോയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു തെറ്റ് ചെയ്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നത്, നമുക്ക് ആ കുറ്റബോധം അനുഭവിക്കുന്നത്. ദാറ്റ്സ് വൈ വി ഫീൽ ഗിൽറ്റ്.
ദൈവം നമ്മിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ആന്തരികമായിട്ടുള്ള ഒരു മുന്നറിയിപ്പിനുള്ള സംവിധാനം. അതാണ് ഈ ഗിൽട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ കുറ്റബോധം. നാം അവന്റെ നീതി ലംഘിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അനുസരണക്കേട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഒരു ഇത് വരും, നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. കള്ളം പറയാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരിത് വരും, നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോഴേലും വരും, ഓക്കെ നീ ചെയ്തത് തെറ്റാണ്. ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഈ ഒരു തിരിച്ചറിവുണ്ട്, വിശ്വാസിക്ക് മാത്രമല്ല. ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള മാത്രം കാര്യമല്ല. ഇതല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറും ട്രഡീഷണൽ അടിസ്ഥാനത്തിലല്ല ഈ ഗിൽട്ട് വരുന്നത്. ദൈവം ആത്മാവിലേക്ക് നൽകിയിട്ടുള്ള ഒരു ധാർമ്മിക കോമ്പസ് ആണ്. നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു കോമ്പസ് വെച്ചാണ്, ഈ പണ്ടത്തെ കാലത്ത് കോമ്പസ് യൂസ് ചെയ്താണ്. ഇന്ന് ഗൂഗിൾ മാപ്പും അങ്ങനെയുള്ള മാപ്സ് യൂസ് ചെയ്ത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നതിന് പകരം പണ്ട് യൂസ് ചെയ്തിരുന്ന കോമ്പസ് ആണ്. അതിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള സൈൻ നോക്കിയാണ് അവർ പോകുന്നത്. അപ്പോൾ നോർത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ സൂചി നോർത്തിലോട്ട് കാണുന്ന ദിശ നോക്കി ഇവർ നടക്കും. അതുപോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ദേഹിയിൽ അവൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ കുറ്റബോധം. അപ്പോ നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സിഗ്നൽ വരും, കുത്തി തുടങ്ങും, പോരെ ഇത് തെറ്റാണ്. അപ്പോൾ ആ കോമ്പസ് കറക്റ്റ് ആ നോർത്തിലോട്ടാ പോകേണ്ടതെന്നുണ്ടെങ്കിൽ നോർത്തിലോട്ട് വരുന്നത് പോലെ നമ്മൾ അതിനോട് നീങ്ങി വരണം. നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വേദന വരുന്നത്? നമ്മളെ അറിയിക്കാൻ വേണ്ടിയാ. നമ്മുടെ ഒരു ലിഗമെന്റ് പൊട്ടിയിട്ട് നമുക്ക് വേദന വന്നില്ല, നമ്മൾ അറിയോ ലിഗമെന്റ് എന്തെങ്കിലും പറ്റിയെന്നുള്ളത്? നമ്മുടെ ഒരു മസിൽ, കഴിവില്ലാത്ത ഒരു വെയിറ്റ്, എനിക്കിപ്പോൾ 60 കിലോ ആണെങ്കിൽ ഞാൻ പോയിട്ട് 80 കിലോ, എന്നെ പറ്റാത്ത വെയിറ്റ് ഞാൻ എടുത്ത് എന്റെ മസിൽ ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ഈ വേദന ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയും മസിൽ ഇഞ്ചുറി ആയെന്ന്? ഇതുപോലെ തന്നെയാണ് കുറ്റബോധവും. ഈ ഒരു കുറ്റബോധം ദൈവം നമ്മളിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ്, നമ്മളുടെ ദേഹിയിൽ അവൻ വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കുറ്റബോധം, ഈ ഒരു ഗിൽട്ട്, ആ ഒരു സൈൻ ഉണ്ടാവുന്നത്, ആ ഒരു വിഭ്രാന്തി ഉണ്ടാവുന്നത്, നമ്മളെ അസ്വസ്ഥരാക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ മനസാക്ഷി പ്രതികരിക്കുന്നത് നീതിമാനായ ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ശരി ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി മനുഷ്യന് ശരിയും തെറ്റും അത് മനസ്സിലാവുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നീതിമാനായതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളായിട്ടുള്ള നമ്മൾ, അവന്റെ ആ ധാർമ്മികത നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. നമുക്ക് ആ നീതി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമർ 2:15 റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു. അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ എഴുതിയിരിക്കുകയാണ് ശരി തെറ്റ് എന്നുള്ളത്. ഒരാള് ഒരു കൊല ചെയ്യുകയാണ്, അത് തെറ്റാന്ന് എല്ലാവർക്കും അറിയാം. ഈ ലോകത്ത് എവിടെയാണേലും ഏത് മനുഷ്യന്റെ അടുത്ത് ചോദിച്ചാലും അത് തെറ്റാന്നുള്ളത് ധാർമ്മികമായിട്ടുള്ള ബോധം അവർക്കുണ്ട്. ഒരു കള്ളത്തരം ചെയ്യുകയാണ്, അത് ഒരു മോഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്നു, ഒരാളെ അടിക്കുന്നു, ഇനി ആർക്കെങ്കിലും നന്മ ചെയ്യുന്നു. ഇതിലെ ശരിയും തെറ്റും ലോകത്തുള്ള ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും, ഇനി ഏതെങ്കിലും ട്രൈബൽ ഏരിയയിൽ, ഈ നമ്മുടെ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്തൊരു ട്രൈബൽ ഏരിയാസിൽ പോയാലും അവർക്കും അറിയാം ഇത് തെറ്റാന്നുള്ളത്. ഒരാളെ കൊല്ലുന്നത്, ഒരാളെ അടിക്കുന്നത്, കള്ളം പറയുന്നത്, ഇത് അധാർമികത നമ്മളിൽ തന്നെ ദൈവം ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. തെറ്റ് നമ്മളെ എപ്പോഴും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. അനീതി നമ്മളെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ നീതിയുടെ സൗന്ദര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഈ നീതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോയേനെ? കുപ്പയിലോട്ട് പോയേനെ. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. ഈ നീതിബോധം നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾക്കൊപ്പം UPSCയിൽ പഠിച്ചൊരു പെൺകൊച്ചുണ്ട്. നമ്മുടെ ഈ ധാർമ്മികത എപ്പോഴും ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ധാർമ്മികത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റോൾഡ് ആണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാലും ഈ മോഡിഫിക്കേഷൻസ് സ്വയം വരുത്തിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 2017 സംഭവമാണ്. അപ്പൊ ആ പെൺകൊച്ചിനോട് ഞങ്ങൾ ഇടയ്ക്ക് ഡിബേറ്റ് ചെയ്യാറുണ്ട്.
പുള്ളിക്കാരി ഒരു എയ്ത്തിസ്റ്റ് ആണ്. അങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ഞങ്ങളോട് പറയുന്നത്, there is no such thing called father and daughter. There is no such thing called mother and son. അപ്പനും മോളും എന്നോ അല്ലെങ്കിൽ അമ്മയും മകനും എന്നോ പറയുന്ന ഒരു ബന്ധമില്ല. There is no limitation, there is no purity for that relationship. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. എന്നിട്ട് ആ പെൺകൊച്ച് ഞങ്ങളുടെ അടുത്ത് തർക്കിക്കുന്നത് ഒരു കാര്യം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം വെച്ചിട്ടാണ്. ഉൽപ്പത്തിയിൽ ആദാമിനെ ഹൗവയെ ഉണ്ടാക്കി ലോകം ഫുൾ ജനങ്ങള് മനുഷ്യരെല്ലാം നിറഞ്ഞ പുസ്തകം പഠിപ്പിക്കുന്ന നിങ്ങളാ ഇതിനെപ്പറ്റി പറയുന്നതെന്ന്. ഇതാണ് പലരുടെയും ധാർമ്മികത എന്ന് പറയുന്നത്. ബന്ധങ്ങൾക്ക് യാതൊരു വിശുദ്ധിയും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഇതൊരു എനിക്കൊന്ന് 8 വർഷമായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 വർഷത്തിന് ഇപ്പോഴത്തെ ജനറേഷന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നമ്മുടെ പല TV പ്രോഗ്രാംസിലും ഹോമോസെക്ച്വാലിറ്റി അതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എഗെയിൻസ്റ്റ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്രൂശിക്കും. സമൂഹം ഫുൾ അവരെ ക്രൂശിക്കുവാണ്. ധാർമ്മികത മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ഏതവസ്ഥയിൽ ഏത് ഫിലോസഫി എന്ത് ധാർമ്മികത ഫോളോ ചെയ്യുമെന്നുള്ളത് നമ്മുടെ കയ്യിൽ കൂടെയാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. അവന്റെ നീതിയിലാണ് നടക്കുന്നതുണ്ടെങ്കിൽ ആ സൗന്ദര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ധാർമ്മികത ആ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കും. ദൈവം വച്ചിരിക്കുന്ന ആ നിയമങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും. ദൈവത്തിന്റെ നീതിയാണ് യഥാർത്ഥ നന്മയെ നിർവചിക്കുന്നത്. മറ്റൊന്നിനും നിർവചിക്കാനായിട്ട് സാധിക്കുന്നില്ല. മനുഷ്യൻ നിർവചിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് പോലെ ആയിപ്പോവും. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യന്റെ ചിന്തയിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു തലമുറയിലോട്ട് വന്നുകൊണ്ടിരിക്കും. സമൂഹം പറയുന്നതല്ല നന്മ, അല്ലെങ്കിൽ ഭൂരിപക്ഷം അംഗീകരിക്കുന്ന ഭൂരിപക്ഷം വേണമെന്ന് പറയുന്ന ഒരു കാര്യമല്ല നന്മ. നീതിമാനായ ഒരു ദൈവം വച്ചിരിക്കുന്ന ധാർമ്മികത, നീതിമാനായ ഒരു ദൈവം വച്ചിരിക്കുന്ന കാര്യമാണ് നന്മ എന്ന് പറയുന്നത്. അവൻ എന്താണോ നന്മ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് നന്മ. അവൻ എന്താണോ തിന്മ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് തിന്മ. അവന്റെ നീതി മനോഹരമാകുന്നത് ഇതുകൊണ്ടാണ്. അത് നിരപരാധികളെ സംരക്ഷിക്കുന്നതാണ്. അതേസമയം പാപത്തെ വെറുക്കുകയും പാപത്തെ ശിക്ഷിക്കുകയും ചെയ്യും. കുറ്റവാളികളെ അവന്റെ മുന്നിൽ രക്ഷപ്പെടുത്തേയില്ല. അധാർമികത സംസാരിക്കുന്ന അവരുടെ മുന്നിൽ നിലനിൽക്കത്തില്ല. അവർക്ക് തക്കതായ ശിക്ഷ ദൈവം നൽകും. അവന്റെ നീതി എന്ന് പറയുന്നത് തിന്മയെ നശിപ്പിക്കുന്നതാണ്. പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം തന്നെ അവന്റെ നീതിയിലാണ് ഉറച്ചിരിക്കുന്നത്. അത് മനുഷ്യന്റെ ഇതിൽ മാത്രമല്ല. അവന്റെ നീതി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇന്ന് ഉദിക്കണം, വൈകിട്ടാകുമ്പോൾ അസ്തമിക്കണം, ചന്ദ്രൻ വരണം, രാവിലെ ആകുമ്പോൾ ചന്ദ്രൻ പോകണം, ഫുൾ വെളിച്ചം വരണം. ഇതിങ്ങനെ വർഷങ്ങളോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ദൈവം എന്നു മുതൽ സൃഷ്ടിച്ചോ അതുപോലെ നടന്നുകൊണ്ടിരിക്കുക. ആ നീതിക്ക് യാതൊരു മാറ്റവും വരത്തില്ല. അതാണ് അവന്റെ നീതിയുടെ ബ്യൂട്ടി. ദൈവം പാപത്തെ വിധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഈ നീതി വെച്ചിട്ടുണ്ട്, എന്നാൽ അവൻ പാപത്തെ വിധിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തുകൊണ്ട് അവൻ പാപത്തെ വിധിക്കണം? കാരണം അവൻ ആയതുകൊണ്ട് മാത്രമല്ല, അവൻ വിശുദ്ധനാണ്. വിശുദ്ധനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വിശുദ്ധി ന്യായവിധി ആവശ്യപ്പെടുന്നുണ്ട്. പാപം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് മാത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു ദൈവത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ പാപത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു രാജാവിന് എഗെയിൻസ്റ്റ് ആയിട്ട്, രാജാവിന് എതിരായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് പാപം എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ വില കുറച്ച് കാണുവാനായിട്ട് സാധിക്കത്തില്ല. പാപം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അധാർമികത നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജാവിനോടാണ് നമ്മൾ മത്സരിക്കുന്നത്. വിശുദ്ധനായ നീതിമാനായ രാജാവിനോട്. എസെക്കിയേൽ 18:20 ഇങ്ങനെയാണ് പറയുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എസെക്കിയേൽ 18:20 പറയുന്നതാണ്. ആരൊക്കെ പാപം ചെയ്യുന്നോ അതിനുള്ള ശിക്ഷ കൃത്യമായിട്ട് ദൈവം നൽകിയിരിക്കും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഡിലേസ് ഒക്കെ നമുക്ക് കാണാം. ഇവൻ ഇത്രയും ദുഷ്ടത ഒക്കെ ചെയ്തിട്ട് ഇവൻ എങ്ങനെ പയറുപോലെ നടക്കുവാണല്ലോ.
ഇവൻ ഇത്രയും കള്ളത്തരം ചെയ്തിട്ട് ഇവൻ ഇങ്ങനെ കോടീശ്വരനായി പോവാണല്ലോ. അവൻ കൃത്യസമയത്ത് പാപത്തിനുള്ള ശിക്ഷ അവൻ നൽകിയിരിക്കും. അവൻ നീതിമാനും അവൻ വിശുദ്ധനുമായതുകൊണ്ട് അവന് മിണ്ടാതിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് ശിക്ഷ നൽകിയിരിക്കും. അവരിനിയിപ്പോ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നിത്യശിക്ഷാവിധിയ, എരിയുന്ന നരകമാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നോക്കി നമ്മൾ വിഷമിക്കാനോ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പാപം വരാണ്ട് നമുക്ക് ആ നീതിമാനായ ദൈവത്തോട് എത്രത്തോളം അടുത്ത് ജീവിക്കാൻ പറ്റുമോ, എത്രത്തോളം വിശ്വസ്തയോടുകൂടി ആയിരിക്കാൻ പറ്റുമോ, അവന്റെ വിശുദ്ധിക്കൊപ്പം എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. പാപം എന്ന് പറയുന്നത് എല്ലാം കറപ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പാപം എവിടെയൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ അതെല്ലാം നശിപ്പിക്കും. വ്യക്തി ജീവിതത്തിൽ അത് സ്പർശിച്ചാൽ ആ വ്യക്തികളെ നശിപ്പിക്കും. കുടുംബങ്ങളെ സ്പർശിച്ചാൽ കുടുംബങ്ങളെ നശിപ്പിക്കും. സഭയെ സ്പർശിച്ചാൽ സഭയെ നശിപ്പിക്കും. സമൂഹത്തെ സ്പർശിച്ചാൽ സമൂഹത്തെ നശിപ്പിക്കും. വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കും. ചിലപ്പോൾ നിത്യതയോളം ഈ പാപം അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. പാപം അവന്റെ സൃഷ്ടിയെ നശിപ്പിക്കുന്നതിനാൽ ദൈവം പാപത്തെ വിധിക്കും. ദൈവം പാപത്തെ വിധിക്കാതെ വിടത്തില്ല. കൃത്യമായിട്ട് പോയിന്റ് പറഞ്ഞ് ദൈവം പാപത്തെ വിധിക്കും. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇപ്പൊ പല കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ചെയ്താലും ചിലപ്പോൾ 2 ചെയ്താലും ജീവപര്യന്തം 12 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇതിന്റെ ഇടയ്ക്ക് പരോളുണ്ട്, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അത് ഫുൾ പേയ്മെന്റാ. പാർഷ്യൽ പേയ്മെന്റോ അല്ലെങ്കിൽ നീ ഇത്രയും അല്ലേ ചെയ്തോളൂ, നിനക്ക് ഇത്രയും ശിക്ഷ മതി, അങ്ങനെയല്ല. ഗോഡ്സ് ജസ്റ്റിസ് ഡിമാൻഡ്സ് ഫുൾ പേയ്മെന്റ്. ദൈവത്തിന്റെ നീതി പൂർണ്ണ ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം ആവശ്യപ്പെടുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. തിരിച്ചറിയപ്പെടാത്ത ഒരു പാപവും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. മറഞ്ഞിരിക്കുന്ന ഒരു പാപവും മറഞ്ഞിരിക്കത്തില്ല. ചെവിയിൽ മന്ത്രിച്ചതും മനസ്സിൽ പറഞ്ഞതും സ്വർഗത്തിൽ ചിലപ്പോൾ കോളാമ്പി വെച്ച് വിളിച്ചു പറയുന്നുണ്ടാവും. സംഖ്യാപുസ്തകം 32 വാക്യം, സംഖ്യ 32:23, നമ്പേഴ്സ് 32:23 ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ യഹോവയുടെ സന്നിധിയിൽ പാപം ചെയ്യുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല ഭേദഭാവത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് നമ്മൾ അനുഭവിക്കും. നമ്മൾ നമ്മുടെ പാപം കണ്ടില്ലെങ്കിലും ദൈവം നമ്മുടെ പാപം കാണും. അത് ഓരോന്ന് എണ്ണി തന്നെ ദൈവം നമ്മളോട് ചോദിക്കും. ദൈവിക നീതിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ആ നീതി ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനീതി അർത്ഥശൂന്യമാണ്, യാതൊരു മീനിങ്ങും ഇല്ല. വിത്തൗട്ട് ഡിവൈൻ ജസ്റ്റിസ് ഹ്യൂമൻ ജസ്റ്റിസ് ഈസ് മീനിങ്ലെസ്. വിധികർത്താവില്ലെങ്കിൽ അല്ലെങ്കിൽ നീതിമാനായിട്ടുള്ള ഒരു ദൈവമില്ലെങ്കിൽ ഹിറ്റ്ലറിന്റെയും മാവോയുടെയും ടെററിസ്റ്റിന്റെയും അങ്ങനെയുള്ള നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികൾ, ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ, കുഞ്ഞുങ്ങളെ വരെ കൊന്ന് ജീവനോടെ കൊല്ലുകയും കത്തിക്കുകയും ചെയ്തവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ വെറുതെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അവർക്ക് മാവോയും ഹിറ്റ്ലറൊക്കെ ഒരു നിങ്ങൾക്ക് ശിക്ഷയൊന്നുമില്ല, നിങ്ങളോട് ക്ഷമിച്ചു, നിങ്ങൾ പൊക്കോ എന്ന് വെറുതെ പറയുവാണെങ്കിൽ നമ്മളതിനെ എന്ത് വിചാരിക്കും? നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവിക നീതി വളരെ പ്രാധാന്യമുള്ളത്. ദൈവിക നീതി ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ നീതിക്ക് യാതൊരു അർത്ഥവുമില്ല. ആരും ദൈവത്തിന്റെ നീതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ നീതി നോക്കി അല്ലെങ്കിൽ മനുഷ്യ കുലം ആ നീതി നോക്കി ജീവിക്കുന്നത്. ദൈവത്തിന്റെ നീതി, ആ ധാർമ്മികത ദൈവം വച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മനുഷ്യൻ കുപ്പയിൽ ജീവിച്ചേനെ. ഇന്ന് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, കുപ്പയിൽ നിന്നങ്ങ് ഉയർത്തി. നമ്മൾ ആ ജീവിതത്തിൽ തന്നെ നമ്മൾ ജീവിക്കേണ്ടി വന്നേനെ. എന്നാൽ ദൈവം ആ നീതി വച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരു നിലവിളി ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്. ആ ദൈവത്തിന്റെ നീതിയുടെ തെളിവാണ് ആ നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം. ഇനി മനസാക്ഷി എന്നത്
ആത്മാവിനുള്ളിലെ ദൈവത്തിന്റെ ഒരു കോടതി മുറി പോലെയാണ്. മനസാക്ഷിയെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഈ മനസാക്ഷി നോക്കി ദൈവം വിധിക്കുന്ന ഒരു നാള് വരും, അവന്റെ ന്യായാസനത്തിൽ നിൽക്കുന്ന ആ ദിവസം. നമ്മൾ പറഞ്ഞ ഓരോ നുണയും, നമ്മൾ ആഗ്രഹിച്ച തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും, പല മോഹങ്ങളും, നമ്മുടെ കോപവും, നമ്മൾ ആരും കാണില്ല, ആരും അറിയില്ല എന്ന് വിചാരിച്ച രഹസ്യവും നമ്മുടെ മനസാക്ഷിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനസാക്ഷി ദൈവത്തോട് സാക്ഷ്യം പറയും, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചത്, ഇവൻ ഇങ്ങനെയൊക്കെ നടന്നത്. അവിടെ നമ്മുടെ ഒരു ജഡ്ജിയെ പോലെ ആയിരിക്കും നമ്മുടെ മനസാക്ഷി. ആ പുസ്തകം അങ്ങ് തുറന്നിടും. അതിൽ എന്തോരം കാര്യങ്ങളായിരിക്കും അല്ലെ. ധാർമ്മിക നിയമം ഒരു ധാർമ്മിക നിയമദാതാവിനെയാണ് കാണിക്കുന്നത്. ഇഫ് ലോ എക്സിസ്റ്റ്, എ ലോ ഗീവർ എക്സിസ്റ്റ്. നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നിയമദാതാവുണ്ട്. ആ നിയമദാതാവില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന് നിലനിൽപ്പില്ല. ആ ദൈവം ആ ഒരു നിയമം വച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ നിയമം നിലനിൽക്കുന്നത്. ഒരു വിധി നിലവിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ന്യായാധിപൻ ആ വിധി അവിടെ പ്രസ്താവിച്ചിട്ടുണ്ടാവണം. മനസാക്ഷി നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം. ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും അനുസരിച്ച് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഉള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇവിടേക്കാണ് സത്യത്തിൽ എയ്ത്തിസമൊക്കെ അവരുടെ പോയിന്റ്സ് ഒക്കെ തകരുന്ന ഒരു സ്ഥാനം. അവർക്ക് അവരുടെ ഭാരം അവർ തന്നെ ചുമന്നേ പറ്റത്തുള്ളൂ. ധാർമ്മികമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെയാണ്, ഒരു സൃഷ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിക്ക് ഒരു ധാർമ്മിക ദൈവം ഉണ്ട്. അതിന് തെളിവാണ് ഇന്നത്തെ മനുഷ്യനും മനുഷ്യന്റെ പ്രവൃത്തിയും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ആ ശബ്ദം. ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത് ഒരു ഭയാനകമായ യാഥാർത്ഥ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിത് ചിന്തിച്ചപ്പോൾ ഞാൻ ഒത്തിരി ദിവസങ്ങളായിട്ട് ഈ തോട്ട്, എൻ്റെ ദൈവത്തിന്റെ നീതിയെ പറ്റി ഇങ്ങനെ തോട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി ഓരോ പ്രാവശ്യം ചിന്തിക്കുമ്പോഴും ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ ദൈവത്തിന്റെ ആ ലെക്ചേഴ്സ് കേൾക്കുന്നത്, എൻ്റെ പ്രവൃത്തിയെ പറ്റിയുള്ള ന്യായവിധി കേൾക്കുന്നത്. ഇങ്ങനെ പെട്ടെന്നൊന്ന് വിയർക്കും, പെട്ടെന്നൊന്ന് ശരീരമൊക്കെ തണുക്കുന്ന അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പേടിച്ചിട്ടാണ്. അതൊരു ഭയാനകമായ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള. ആരും പേടിക്കണ്ട. നമ്മൾ മരിച്ചാലും ദൈവം വന്ന് നമ്മളെ കൊണ്ടുപോയാലും ആ നിമിഷത്തിലൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മൾ ഓരോരുത്തരും കടന്നു പോകും. നോ എസ്കേപ്പ്. ഒരു എസ്കേപ്പിസവും നടക്കത്തില്ല. സഭയിൽ ഉത്തരവാദിത്തം തരുമ്പോൾ നമുക്ക് എസ്കേപ്പ് അടിക്കാം, അല്ലെങ്കിൽ സ്കൂട്ടാവാം സഭായോഗത്തിൽ നിന്ന്. സ്വർഗത്തിൽ ന്യായസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടും നടക്കത്തില്ല. എല്ലാവരും അവിടെ നിന്നേ പറ്റത്തുള്ളൂ. എനിക്ക് മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് ഉണ്ട്, ട്യൂഷനുണ്ട്, എനിക്ക് കോളേജുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എന്റെ ജോലി കഴിഞ്ഞില്ല, ഇതൊന്നും ഈ ഒരു എക്സ്ക്യൂസ് അവിടെ വർക്കാവത്തില്ല. അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സകല പ്രവൃത്തിയും ഇങ്ങനെ 1 by 1 ആയിട്ട് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ഏറ്റവും മനോഹരമായിട്ട് എന്നല്ല, ഏറ്റവും ഭയാനകമായിട്ട് കാണിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് 20:11-12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. റെവലേഷൻസ് ചാപ്റ്റർ 20 വേഴ്സ് 11 and 12. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. 12 മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. യോഹന്നാൻ കാണുന്ന ഒരു സന്ദർഭമാണ് ഇത്. യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന ഒരു സന്ദർഭം കൂടെയാണ്. അവിടെ ഒരു വക്താവുമില്ല, അവിടെ ഒരു ഒഴിവുകഴിവുമില്ല, ഒരു ഒളിച്ചോട്ടവുമില്ല. ഇനി ദൈവമേ ഒരു അവസരം കൂടെ എനിക്ക് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസരവും അവിടെ ഇല്ല. അവിടെ ഒന്നേ ഉള്ളൂ, സത്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്ത പ്രവൃത്തി, നല്ലതും തിന്മയും നമ്മളെ ഓർമ്മപ്പെടുത്തും അവിടെ. പിന്നെ ഉള്ളത് ന്യായവിധി മാത്രമാണ്. അവന്റെ ന്യായസ്ഥാനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട്
അവന്റെ ന്യായവിധി നമ്മൾ ഏറ്റെടുക്കണം. എവരി സീക്രട്ട് തിങ് വിൽ ബി എക്സ്പോസ്ഡ്. എല്ലാ രഹസ്യ കാര്യങ്ങളും വെളിപ്പെടുത്തും. ഒന്നും രക്ഷപ്പെടുത്തില്ല, ഒന്നും. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അവന്റെ ന്യായവിധി ദിവസത്തിൽ ആ ന്യായാസനത്തിന് മുന്നിലേക്ക് സകല പ്രവൃത്തിയും വരുത്തും. സകല നീതിപ്രവൃത്തിയും വരുത്തും. സകല തിന്മയായിട്ടുള്ള പ്രവൃത്തിയും സകല രഹസ്യമായിട്ട് ചെയ്ത പ്രവൃത്തികളും സകല ഹൃദയ വിചാരങ്ങളും അവന്റെ മുന്നിൽ വരുത്തും. എല്ലാ ഉദ്ദേശങ്ങളും, എല്ലാ സ്ക്രോളിങ്ങും, എല്ലാ ക്ലിക്കും. സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫോണിന്റെ ഇതാട്ടോ ഞാൻ സ്ക്രോളിംഗ് എന്ന് ഉദ്ദേശിച്ചത്. എല്ലാ മനസ്സിലെ മന്ത്രങ്ങളും, നമ്മളിങ്ങനെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. എല്ലാം മറിഞ്ഞിരിക്കുന്ന എല്ലാ പാപങ്ങളും അവന്റെ മുന്നിൽ വെളിപ്പെടും. പുസ്തകങ്ങൾ തുറക്കപ്പെടും. ആ പുസ്തകങ്ങളിലാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളുടെ പുസ്തകം അവിടെ തുറക്കും. നമ്മുടെ വാക്കുകളുടെ പുസ്തകം അവിടെ തുറക്കും. നമ്മുടെ ഉദ്ദേശങ്ങളുടെ പുസ്തകം അവിടെ തുറക്കും. നമ്മുടെ ചിന്തകളുടെ പുസ്തകം അവിടെ തുറക്കും. എല്ലാം തുറന്നു വെച്ചുകൊണ്ടാണ് അവിടെ അവൻ ന്യായം വിധിക്കാൻ പോകുന്നത്. ഇവിടുത്തെ പോലെ ഞാൻ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊന്നും പറയേണ്ട അവസരമൊന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം പരിശോധിച്ച് എല്ലാം കൃത്യമായിട്ട് എണ്ണി 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണി അവൻ വിധി അവിടെ കൽപ്പിക്കും. ദൈവത്തിന്റെ നീതിയുടെ ഒരു ആവിഷ്കാരമാണ് നരകം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന്റെ നീതി, അവൻ ആ നീതി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അടുത്ത ദൈവത്തിനെ അറിഞ്ഞുകൂടാത്തവരെ വിടുന്ന ഒരു സ്ഥലമാണ് നരകം. ദൈവം നീതിമാനായതുകൊണ്ട് തന്നെ അവൻ വച്ചിരിക്കുന്ന ലോ അനുസരിക്കാത്ത എല്ലാവരും അവിടെ പോയേ പറ്റത്തുള്ളൂ. വിശ്വാസികളായിട്ടുള്ള നമുക്ക് പോയേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ നമ്മളുടെ പ്രവൃത്തിക്ക് തക്കതായിട്ട് എണ്ണി 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 തന്നെ ദൈവം നമ്മളോട് പകരം ചോദിക്കും. ഇപ്പൊ ഹിറ്റ്ലർ മാവോയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. ദൈവം ആ നിയമം വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ ആ നിയമം വച്ചിട്ട് ദൈവം പറയുവാണ്, നീ ഒരു 2 വർഷം നരകത്തിൽ വന്നിട്ട് കിടന്നിട്ട്, ഈ കാത്തലിക്സിന്റെ ഇടയ്ക്ക് ഒരു ഇതുണ്ട് പർഗേറ്ററി, നിങ്ങൾ ചെയ്ത തെറ്റൊക്കെ പർഗേറ്ററി പോയി ഒരു 5-6 വർഷം അനുഭവിച്ചിട്ട് പിന്നെ ഇവിടുന്ന് കുറെ പേര് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ട് കുറെ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാം. അതുപോലെ ഹിറ്റ്ലറും മാവോയൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടത്തില്ലേ? അവന്റെ വിശുദ്ധി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ലേ? അവൻ തന്നെ ഒരു നിയമം വച്ചു, നിങ്ങൾ എന്നെ അംഗീകരിക്കണം, നിങ്ങൾ എന്നിലും എന്റെ പിതാവിലും വിശ്വസിക്കണം, വിശ്വസിക്കാത്തവരെല്ലാം ആ തീപ്പൊയ്കയിൽ പോവും എന്ന് ദൈവം വച്ചിട്ട് ദൈവം അവിടെ ഒരു പർഗേറ്ററി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് കോൺട്രഡിക്ട് ചെയ്യും. ദൈവം പറഞ്ഞതിനെ തന്നെ, ദൈവം വച്ച ആ നിയമത്തെ തന്നെ ഇല്ലാതാക്കും, അസാധുവാക്കുന്ന ഒന്നാണ്. ന്യായവിധി എന്ന് പറയുന്നത് ഭയാനകമാണ്, മനോഹരമാണ്, അതേസമയം ഭയാനകവുമാണ്. എബ്രായർ ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും വീണേ പറ്റത്തുള്ളൂ. അവന്റെ മുന്നിൽ നമ്മൾ വീഴും. നമ്മുടെ ആ ന്യായകർത്താവിന്റെ മുന്നിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് പോലീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാം, മനുഷ്യരുടെ അടുത്തു നിന്നൊക്കെ രക്ഷപ്പെടാം, നീതി ന്യായ വ്യവസ്ഥയിൽ നിന്നൊക്കെ, രാജ്യത്ത് വെച്ചിരിക്കുന്ന നീതി ന്യായ വ്യവസ്ഥയിൽ നിന്നൊക്കെ വേണമെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ ദൈവത്തിന്റെ അടുത്തു നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. എത്ര ശ്രമിച്ചാലും അത് സാധിക്കുന്ന ഒരു സംഭവമേ അല്ല. നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അവന്റെ നീതിയോട്? ഭയത്തോടു കൂടിയാണോ? ബഹുമാനത്തോടു കൂടിയാണോ? അതോ നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ടുള്ള, പരിശോധിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണോ നമ്മളോട് ഇന്ന് ദൈവം പറയുന്നത്? ഫിയർ ദി ലോർഡ്, കർത്താവിനെ ഭയപ്പെടുക. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നുണ്ട്. ദൈവം സകലവും കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം ഓർക്കുന്നു, ദൈവം ഒന്നും മറന്നു പോകത്തില്ല. ദൈവം സകലത്തിനും കൃത്യമായ രീതിയിൽ അവൻ വിധിക്കും.
നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കണം. നമ്മൾ സഭയിൽ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു, സമൂഹത്തിൽ എങ്ങനെയായിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറച്ച്, മറ്റുള്ളവരെ കാണിക്കാതെ എന്തെങ്കിലും മറച്ചൊക്കെ വെച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാത്ത ഒരു യഥാർത്ഥ ഒരു സാമുവൽ ഈ സാമുവലിന്റെ ഉള്ളിലുണ്ടോ? ദൈവം നമ്മളെ കാണുന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവം എന്നിൽ എന്താണ് കാണുന്നത്? ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കാം, എന്താണ് ദൈവം നമ്മളിൽ കാണുന്നത്? ഞാൻ എന്ത് പാപമാണ് എന്നോട് തന്നെ ക്ഷമിച്ച് അല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുള്ളത്? ഞാൻ എന്ത് രഹസ്യമാണ് എന്നിൽ മറച്ചു വെച്ചിട്ടുള്ളത്? എന്റെ ഉദ്ദേശങ്ങൾ, എന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിലുള്ള എന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? ദൈവത്തിന്റെ ന്യായവിധി ദിവസം വരുമ്പോൾ ഞാൻ എന്തൊക്കെ കണക്ക് ദൈവത്തോട് കൊടുക്കേണ്ടി വരും? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാമോ? നിത്യതയെ മുന്നിൽ കണ്ടു വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. നമ്മുടെ ഓരോ തീരുമാനവും, ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും, ഓരോ വാക്കും, ഓരോ ഉദ്ദേശവും ദൈവത്തെ കണ്ടുമുട്ടണം. നമ്മുടെ ജീവിതം മഹത്തായ ഒരു വെള്ള സിംഹാസനത്തെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസം വരും. എവറി ഡിസിഷൻ, എവറി തോട്ട്, എവറിത്തിങ് വിൽ ബി കൗണ്ടഡ്. എന്നാൽ ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ദൈവത്തിന്റെ കൃപയുമുണ്ട്. ഇത് രണ്ടും കൂടെ അവിടെ ചേരുന്നുണ്ട്. ദൈവത്തിന്റെ നീതിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവന്റെ കൃപയെക്കുറിച്ച് കൂടെ സംസാരിക്കണം. കാരണം നീതി മാത്രമായിട്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല, അവന്റെ കൃപയുമുണ്ട്. ആ കൃപ നിമിത്തം കൂടെയാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മൾ ക്രൂശിലേക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ആ നീതിയും ദൈവകൃപയും ഒരിക്കലും വേർപിരിയുന്ന ഒന്നല്ല. നീതി ഒരിക്കലും ഒരു ക്രൂരതയല്ല, ദൈവത്തിന്റെ ഒരു കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ആ നീതി അവൻ വച്ചിരിക്കുക എന്ന് പറയുന്നത് അവൻ നമ്മോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. സ്നേഹമില്ലാത്ത നീതി കാഠിന്യം എന്നാണ് പറയപ്പെടുന്നത്. ജസ്റ്റിസ് വിത്തൗട്ട് ലവ്. ഇനി നീതിയില്ലാത്ത സ്നേഹം എന്താണ്? അതൊരു കോംപ്രമൈസ് ആണ്, അത് മൃദുവാക്കുന്ന ഒന്നാണ്. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. എന്നാൽ ഈ നീതിയും ഈ കൃപയും ദൈവത്തിന്റെ ആ കരുണയും കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ക്രൂശ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിന്റെ നീതി ഒരുപോലെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 85:10, 85-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കരുണയും സത്യവും തമ്മിൽ കണ്ടുമുട്ടുന്നു, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീതിയും കരുണയുമാണ് അവിടെ കണ്ടുമുട്ടുന്നത്, ചുംബിക്കുന്നത്. അവർ പരസ്പരം പോരടിക്കുന്ന ഒന്നല്ല, അവർ പരസ്പരം ഇങ്ങനെ പിണങ്ങി ദൂരത്ത് നിൽക്കുന്ന ഒന്നല്ല, അവർ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കൃപയും. കാൽവറിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ പാപം അവിടെ വിധിക്കപ്പെടുകയാണ്. ആ പാപം മുഴുവൻ കർത്താവിലേക്ക് നൽകിക്കൊണ്ട് ആ പാപത്തിന്റെ വിധി അവിടെ പിതാവ് കൽപ്പിക്കുകയാണ്. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നീതി. ആ ന്യായവിധി നമ്മുടെ മേൽ വരേണ്ടതായിരുന്നു. എന്നാൽ അവൻ അവിടെ നമ്മളോട് ദൈവത്തിന്റെ ആ കൃപ നമ്മളോട് കാണിച്ചു. ദൈവം പാപത്തെ അവഗണിച്ചില്ല. ആ പാപം പൂർണ്ണമായിട്ടെടുത്ത്, നമ്മളിലൊക്കെയുള്ള പാപം പൂർണ്ണമായിട്ടെടുത്ത് പിതാവിന് നൽകി. പിതാവ് അതിനുള്ള ശിക്ഷ അവിടെ അനുഭവിച്ചത്. അവൻ അതിനെ പൂർണ്ണമായിട്ടും ശിക്ഷിച്ചു. ഇനി ഒരു തരി പോലും ബാക്കിയില്ല. ആ പാപത്തിന്റെ ശിക്ഷ പൂർണ്ണമായിട്ട് അവൻ അവിടെ ശിക്ഷിച്ചു. കർത്താവിലൂടെ, കർത്താവിന്റെ മേൽ പൂർണ്ണമായിട്ട് നൽകിക്കൊണ്ട് ശിക്ഷിക്കുകയായിരുന്നു. ദൈവം പാപികളെ കൈവിടാൻ വേണ്ടിയല്ല, പാപികളെ അവനിലേക്ക് ചേർക്കുവാനായിട്ടാണ് സ്വന്തം പുത്രനെ ആ ക്രൂശിലേക്ക് നൽകിയത്. ദൈവത്തിന് ഒരിക്കലും പാപത്തെ അവഗണിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അവഗണിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ ആ ക്രൂശിൽ കൊല്ലുവാനായിട്ട് ദൈവം വിട്ടുകൊടുക്കുമായിരുന്നോ? ഇല്ല. അവൻ വച്ചിരിക്കുന്ന നീതി, അവൻ വച്ചിരിക്കുന്ന അവന്റെ ആ വിശുദ്ധി, അത് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ അവൻ പാപത്തെ വെറുക്കണം. ആ പാപത്തെ അവൻ വെറുക്കുന്നത് കൊണ്ടാണ്, അതിന് വേറെ ഒരു പോംവഴിയും ഇല്ല, ഇത് മാത്രമേ ഉള്ള ഒരു മാർഗം. അതുകൊണ്ടാണ് ആ ക്രൂശിൽ ആ സകല പാപഭാരവും സകല ശാപവും സ്വന്തം പുത്രനിലേക്ക് നൽകിയത്.
ഇത് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ നീതി അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അവൻ നമ്മളെ ഒരിക്കലും തെറ്റായിട്ട് വിധിക്കത്തില്ല. അവൻ ഒരിക്കലും അന്യായമായിട്ടല്ല നമ്മളോട് ഇടപെടുന്നത്. അവൻ ഒരിക്കലും കോപത്തോടു കൂടിയല്ല നമ്മളോട് ഇടപെടുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മളോട് കോപത്തോടു കൂടിയാണ്. സത്യത്തിൽ അവൻ നീതിയോടുകൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. നമുക്ക് എന്തെങ്കിലും ശിക്ഷ തരുമ്പോൾ ആ ദൈവത്തിന്റെ കോപം മാത്രമല്ല, അത് അവന്റെ നീതിയാണ്. ആ നീതി വിട്ട് അവൻ വെറുതെ നമ്മളോട് കോപിക്കുമല്ല. മനുഷ്യൻ കോപിക്കുന്നത് പോലെ ഞാൻ ഒരാളോട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്റെ വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരോട് കോപിക്കും. അങ്ങനെ ഒരു കോപമല്ല, അവന്റെ നീതിയിൽ നിന്നുകൊണ്ടുള്ള കോപമാണ് അവൻ മനുഷ്യരോട് കാണിക്കുന്നത്. അത് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാനും നമ്മളെ അവനിലേക്ക് ചേർക്കുവാനും വേണ്ടിയിട്ടാണ്. തിന്മ ജയിക്കുവാനായിട്ട് അവൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അവന്റെ നീതി പൂർണ്ണമാണ്, അവന്റെ കൃപ അത് പൂർണ്ണമാണ്, അവന്റെ വിശുദ്ധി അതും പൂർണ്ണമാണ്. നമ്മൾ ഓരോരുത്തരും ഈ സത്യത്തിലാണ് അഭയം പ്രാപിക്കേണ്ടത്. ഇന്ന് നമ്മൾ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ എരിയുന്ന ജ്വലിക്കുന്ന വിശുദ്ധിയുടെ നീതിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കണ്ടു, അവന്റെ നീതി അബ്സല്യൂട്ടാണ്, അവന്റെ നീതി മനോഹരമാണ്, അതേസമയം തന്നെ അവന്റെ നീതി ഭയാനകവുമാണ്. അവന്റെ നീതി ഉറപ്പുള്ളതും അവന്റെ നീതി ശാശ്വതവുമാണ്. അവന്റെ നീതിയിലേക്ക് നമ്മൾ ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കോടതികൾ ഉള്ളതുപോലെ സ്വർഗത്തിലെ കോർട്ട് റൂമിലോട്ടാണ് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ജൂറിയോ ഒരു പാനലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സോ നമുക്ക് വേണ്ടി വാദിക്കാനായിട്ട്, പ്രതിയായാലും 10 കൊലക്കുറ്റം ചെയ്താലും നമ്മുടെ നാട്ടിലെ പ്രതിക്ക് വാദിക്കാനായിട്ട് ഒരു വക്കീലുണ്ട്. അവന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനായിട്ട്. അവിടെ അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊന്നും കാണത്തില്ല. അവിടെ ഒരു വക്താവില്ല. അവിടെ ദൈവത്തിന് കൃപ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് അവന്റെ അബ്സല്യൂട്ടായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള നീതിയാണ് നമ്മൾ അവിടെ കാണുവാനായിട്ട് പോകുന്നത്. അവിടെ ഒരു നിഷ്പക്ഷതയും അവൻ കാണിക്കത്തില്ല. അബ്സല്യൂട്ടായിട്ടുള്ള ആത്യന്തികമായ നീതി. നമ്മളെ വിധിക്കുന്ന ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം കൂടെയാണ്. നമ്മളോട് ആ ദൈവകൃപ കാണിക്കുന്ന ദൈവമാണ്. നമ്മുടെ രക്ഷകനായി തീർന്നത് നമ്മളോട് ആ കൃപ ദൈവം കാണിച്ചതുകൊണ്ടാണ്. ഈ ദൈവത്തിന് മുന്നിൽ നമ്മൾ ഭയഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി വേണം നമ്മൾ നിൽക്കുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ നടപ്പ് ഒക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ നടക്കണം. നമ്മൾ സുബോധത്തോടുകൂടി അവന്റെ വിശുദ്ധിക്കും നീതിക്കും അനുരൂപമായി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. നമ്മൾ ആദ്യം വായിച്ച വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ നിന്നുള്ള, അവന്റെ നീതി എന്ന് പറയുന്നത്, നീതിയും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയും ന്യായവുമാണ്. ന്യായാധിപൻ ന്യായം വിധിക്കുവാനായിട്ട് ഒരു ദിവസം വരും. പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഓരോ മനുഷ്യരും, നമ്മൾ ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കണം. ദൈവത്തെ നമ്മൾ ഭയപ്പെടണം, അവന്റെ നീതിയെ മാനിക്കണം, അവന്റെ കരുണയിലേക്ക് നമുക്ക് ഓടുവാൻ, അവന്റെ കൃപയിലേക്ക് നമുക്ക് ഓടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിലേക്ക് ഇഴകി ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവന്റെ മുന്നിൽ നിൽക്കുന്ന ആ ദിവസത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.